വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ പറയുന്ന ഒരു പതിവുള്ള നേതാവാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നിരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവന്നത് വിവാദ ദല്ലാളായ ദല്ലാൾ നന്ദകുമാറായിരുന്നു. ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ തൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ ഒരു കളങ്കിത വ്യക്തിത്വത്തിനുടമയാണ് എന്നുമാണ്. ഈ ആരോപണം സ്വാഭാവികമായും അവിടുത്തെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് ആലപ്പുഴയിലെ പ്രാദേശിക LDF CPM നേതാക്കൾ ഈ ആരോപണം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ. അങ്ങനെ ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ MLAയും CPM നേതാവുമായ ഹെച്ച്സലാം ഈ വിവാദം ഒരു പൊതുയോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഹെച്ച്സലാമിനെതിരെ പ്രതികരിച്ചത് ഹെച്ച്സലാമിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കുമെന്നാണ്. ഇത്തരം നീചവും തരം താഴ്ന്നതുമായ ഒരു പ്രതികരണം അന്ന് ശോഭാ സുരേന്ദ്രനിൽ നിന്നും വന്നിട്ടും ഹെച്ച്സലാം ഒരു മറുപടി തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകാൻ തയ്യാറായി. പകരം അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് എല്ലാം പൂർത്തിയായ ഈ ഘട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശോഭാ സുരേന്ദ്രന് കൃത്യമായൊരു മറുപടി നൽകുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ശോഭാ സുരേന്ദ്രൻ കൈയുടെ തരിപ്പ് മാറ്റുവാൻ BJP-ക്കാരുടെ കരണം നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് വേളയിൽ പലതവണ എനിക്കെതിരായി മാധ്യമങ്ങൾക്ക് മുമ്പിലും BJP യോഗങ്ങളിലും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആക്ഷേപം ചൊരിയുന്നത് കേട്ടു. അവർ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് എന്നതുകൊണ്ട് പോളിംഗിന് മുൻപ് ഒരു മറുപടി പറഞ്ഞില്ല. വർഗീയത ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുകയും നുണക്കഥകൾ ഉണ്ടാക്കി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ ആലപ്പുഴക്കാർക്ക് മനസ്സിലായി. ഒരു ഘട്ടത്തിൽ ഹെച്ച്സലാമിന്റെ കരണക്കുറ്റി കടിക്കും എന്ന് ശോഭ പറയുന്നത് കേട്ടു. നിങ്ങളുടെ കൈ തരിക്കുന്നുണ്ടെങ്കിൽ ആ തരിപ്പ് മാറ്റാൻ പറ്റിയ ചീർത്ത കവിളുകൾ ഉള്ളവർ BJP-യിൽ തന്നെയുണ്ട്. കൂടെ നിന്ന് നിങ്ങളെ കാലുവാരിയ ധാരാളം പേരെ ജൂൺ 4 ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ ചെകിടത്ത് അടിച്ച് ശോഭാ സുരേന്ദ്രൻ കൈയുടെ തരിപ്പ് തീർത്താൽ മതി. തരിപ്പുള്ള കൈയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു തരുന്നവരല്ല ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശോഭാ സുരേന്ദ്രൻ പണം ചോദിക്കുന്ന ഓഡിയോ തയ്യാറാക്കി പുറത്തുവിട്ടത് ദല്ലാൽ നന്ദകുമാറാണെന്ന് പത്രസമ്മേളനത്തിൽ അവർ തന്നെ പറയുന്നത് കേട്ടു. അത് വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് നന്ദകുമാറിനെതിരെ വ്യാജ നിർമ്മിതി ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ നിയമ നടപടി സ്വീകരിക്കാത്തത്? നന്ദകുമാറിൽ നിന്നും 10 ലക്ഷം വാങ്ങിയെന്നും കളങ്കിത വ്യക്തിത്വമെന്ന് സമൂഹം ധരിക്കുന്ന അയാളുമായി സാമ്പത്തിക ഇടപാടും ഭൂമി ഇടപാടുകളും അവർക്കുണ്ടെന്നും ഇവിടെ മത്സരിക്കാൻ വന്നതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് ബോധ്യമായി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉണ്ടയില്ലാ വെടി പൊട്ടിച്ച് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഞങ്ങളെയൊന്നും രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. 10 ലക്ഷം കൈപ്പറ്റിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച നന്ദകുമാർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ലക്ഷങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് കൊടുത്ത് അന്തസ്സ് കാണിക്കും. ആലപ്പുഴയിൽ ജനിച്ച് ഇവിടത്തെ ജനങ്ങൾക്കിടയിൽ സുതാര്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഞങ്ങളെയൊന്നും രാഷ്ട്രീയം പഠിപ്പിക്കുവാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കായിട്ടില്ല. തോറ്റുമടങ്ങുമ്പോൾ ഞങ്ങളുടെ ആലപ്പുഴയിൽ നിന്ന് എന്തെങ്കിലും നല്ല പാഠങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചു മടങ്ങിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ഇങ്ങനെ അവസാനിക്കുന്നു ഹെച്ച്സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ കൃത്യമായൊരു മറുപടിയാണ് അദ്ദേഹം ശോഭാ സുരേന്ദ്രന് നൽകിയത്. ശോഭാ സുരേന്ദ്രന്റെ കൈ ആരുടെയെങ്കിലും ചെകിടടിച്ചു പൊളിക്കാൻ വല്ലാതെ ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ചീർത്ത കവിളുകൾ BJP-യിൽ തന്നെ ഉണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം BJP-ക്ക് ഒരു അമിത പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രത്യേകിച്ച് BJP പല മണ്ഡലങ്ങളിലും വിജയത്തിനരികെയാണ് എന്നൊരു പ്രതീതി യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് തന്നെ ഈ മാധ്യമങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ BJP-യുടെ വോട്ട് വിഹിതം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി കേരളത്തിൽ കുറഞ്ഞു വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമല ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്ന തെരഞ്ഞെടുപ്പിലാണ് BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം കേരളത്തിൽ സ്വന്തമാക്കാനായത്. അത് 13%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.67% വർധനവ് BJP-യുടെ വോട്ട് വിഹിതത്തിലുണ്ടായി. എന്നാൽ തൊട്ട് 2 വർഷത്തിനിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് വിഹിതം 12.41 ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു.
ഇത് പല അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തൃശ്ശൂരിൽ 2019 28.19% വോട്ടുണ്ടായിരുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ 19% ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ BJPയുടെ വോട്ട് വിഹിതം കേരളത്തിൽ കുറയുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ BJPക്ക് നൽകുന്ന ഒരു പ്രാധാന്യമാണ് ഈ ശോഭാ സുരേന്ദ്രൻ പോലെയുള്ള നേതാക്കൾ നടത്തുന്ന നീചവും തരം താഴ്ന്നതുമായ പ്രസ്താവനകൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ എന്നതാണ് യാഥാർത്ഥ്യം.